ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള 2 ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ബോക്സിലാണ് ഐറ്റം. കണ്ടോ, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാണ്, എന്നാലും നിങ്ങൾക്ക് കൂടി കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഐറ്റം വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, കുറച്ച് മെഷറിങ് കപ്സ് ആണ് വരുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കൂടുതൽ അളവ് എടുത്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അളവിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫെയിലായി പോകാം, ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ കറക്റ്റ് അളവിലെടുത്താലേ നമുക്ക് എന്ത് സാധനമാണെങ്കിലും ഉണ്ടാക്കുന്നത് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് അളന്നെടുക്കാൻ പറ്റുന്ന കുറച്ച് മെഷറിങ് കപ്സ് ആണ്. അപ്പം ഞാൻ നല്ല ക്യൂട്ടായിട്ട്, ഇത് ചീപ്പ് റേറ്റിൽ വരുന്നതാണ്, ക്വാളിറ്റി കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് കുറച്ച് നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. അപ്പോൾ സംഭവം വന്നിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ ഇതിൻ്റെ മെഷേഴ്സ് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും ഞാൻ കാണിക്കണേണ്. കണ്ടോ, ഇതിൽ അളവ് എഴുതിയിട്ടുണ്ട്. കണ്ടോ, 1/4 ടീസ്പൂൺ, അങ്ങനെ ഓരോ കപ്പിലും ഓരോന്നിൻ്റെ അളവ് എഴുതിയിട്ടുണ്ട്, മെഷറിങ്ങിൻ്റെ. അപ്പം നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ കേക്ക് തന്നെ എന്നല്ല, എന്ത് ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് അളന്നെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇപ്പം മൈദയൊക്കെ 1 കപ്പ് മൈദയൊക്കെ എടുക്കാനായിട്ട് കണ്ടോ അളന്നെടുക്കുക, ഇതിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ എല്ലാ കപ്പുകളിലും മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങിക്കുക. അപ്പം ഞാൻ എന്തായാലും ലിങ്കും പ്രൊഡക്റ്റ് കോഡൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ സൈഡിലെവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം. എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം എനിക്കിത് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കണം ഇത് മെഷറിങ് കപ്പ് വാങ്ങിക്കണം എന്ന് വെച്ചാൽ നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ മെഷറിങ് കപ്പ് തന്നെ വേണം. അപ്പം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കണം ഒരു മെഷറിങ് കപ്പ് കുറച്ച് വാങ്ങിക്കണം. അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ സെക്കൻഡ് വന്നിട്ട് വേറൊരു ഐറ്റമാണ്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്താണ്. ഇത് വന്നിട്ട് കണ്ടോ, ഇത് വന്നിട്ട് കേക്ക് ഐസിങ് ചെയ്യണ സംഭവമാണ്. അതായത് കേക്കിൽ ക്രീം നമ്മൾ തേക്കില്ലേ, അത് കറക്റ്റായിട്ട് ലെവലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ റെഡ് ഇത് വന്നിട്ട് വരുന്നത്. ഈ ഒരു കത്തി പോലെ ഇരിക്കുന്ന ഒരു സാധനം, ഇത് ഐസിങ് ചെയ്യണ സംഭവമാണ് വരുന്നത്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചത്. ഉണ്ടോ, ഇതാണ് സംഭവം വരുന്നത്, ഐസിങ് ചെയ്യണത്. നമുക്കാകുമ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ ഐസിങ് ചെയ്തെടുക്കാം, കറക്റ്റ് ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം കേക്ക് എന്നല്ല, എന്ത് സാധനം വേണമെങ്കിലും ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാട്ടോ. നമുക്ക് ഈ കപ്പ് കേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് വന്നത്. നോസിൽസ് ആണ് കുറച്ച് കേക്കിൻ്റെ. കണ്ടോ, ഇതാണ് നോസിൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തുമ്പത്താണ് ഇങ്ങനെ ഡിസൈൻ വരുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അത് പല ഡിസൈൻസ് ഉണ്ട് ഇതിൽ. വെറൈറ്റി ഇത് സ്റ്റാറിൻ്റെ ഷേപ്പാണ് വരുന്നത്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് വരുന്നത്. ഇതൊരു പിന്നെ വന്നിട്ട് ഈ ഒരു ഷേപ്പ്, പൂവിൻ്റെ ഒരു ഷേപ്പാണ് വരുന്നത്. കണ്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല എനിക്ക്, എന്തായാലും കാണിക്കുന്നുണ്ട്. ഒരു പൂവിൻ്റെ ഷേപ്പാണ് ഇത് വരുന്നത്. പിന്നെ വന്നിട്ട് സാധാ നോർമൽ ഒരു റൗണ്ട് ഷേപ്പാണ് വരുന്നത് പിന്നത്. പിന്നെ വന്നിട്ട് ഇത് ഒരു 3 പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പ്, 3 ഇതായിട്ടുള്ളൊരു പൂവിൻ്റെ പോലത്തെ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പാണ് വരുന്നത്. പിന്നെ ഇതും അതേപോലത്തെ ഒരു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം തന്നെ, ഈ ഒരു ഷേപ്പാണ് വരുന്നത്. പിന്നെ ഒന്ന് വന്നത് ഈ ഒരു ഷേപ്പാണ് വരുന്നത്. ഇത് അടിയിൽ മാത്രമായിട്ട് ഇതിങ്ങനെ ഒരു സംഭവം വന്നിട്ട് കണ്ടോ, ഈ ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഈ 6 നോസിൽസാണ് ഇതിന് വന്നേക്കണത്. ഇതിൽ 6 നോസിൽസ് ഉണ്ട്, ഇങ്ങനെ 6 നോസിൽസാണ് വന്നേക്കണത്. പിന്നെ വന്നിട്ട് അതിൻ്റെ കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നോസിൽസ് സെറ്റ് ചെയ്യണ സംഭവമാണ്. അതായത് ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ആണിത് വെക്കുന്നത് എന്ന് തോന്നുന്നു. ഇങ്ങനെ എന്തോ ആണ് വെക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് വെക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് വെക്കണം എങ്ങനെയെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പം ഇങ്ങനെ എന്തോ ആണ് ഇത് സെറ്റ് ചെയ്യണേന്ന് തോന്നണം. ഇങ്ങനെ എന്തോന്ന് സെറ്റ് ചെയ്യണത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ എന്തോണത് സെറ്റ് ചെയ്യണ സംഭവം. അപ്പം അതാണ് പിന്നെ വരുന്നത് അതിൻ്റെ കൂടത്തിൽ തന്നെ. അതില്ലാണ്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല അത് ഐസിന്. പിന്നെ വരുന്നത് ഇതിൻ്റെ പൈപ്പിംഗ് ബാഗാണ് കേട്ടോ വരുന്നത്. അതായത് നമ്മുടെ ക്രീമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം, ക്രീമും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഈ സംഭവം ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതും കൂടി വെച്ചിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. സംഭവം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യണേട്ടോ. ഇതെങ്ങനെ കറക്റ്റായിട്ട് വെക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും നോക്കിയിട്ടൊക്കെ വെക്കാം, ശ്രമിക്കും. ഇതെല്ലാം കൂടി കോംബോ ആയിട്ടൊരു ബോക്സിലാണ് എനിക്ക് വന്നേക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ നോസിൽസ് എന്നാണ് നോക്കിയത്. നോസിൽസാണ് ഞാൻ മെയിനായിട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് ഇങ്ങനെ കോംബോ ആയിട്ടാണ് കണ്ടത് ഞാൻ. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടും. നോസിൽസ് പല ഷേപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് കുറേ നോസിൽസ് ആയിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ഇത് ഐസിങ് ചെയ്യണ സംഭവമാണെങ്കിലും കുറേ കിട്ടും. പിന്നെ നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് ആണെങ്കിലും 6 എണ്ണം 12 എണ്ണം അങ്ങനെയൊക്കെ വെച്ചും കിട്ടും കേട്ടോ. പക്ഷേ ഞാനിതിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് കുഴപ്പമില്ല, അത്യാവശ്യം തൽക്കാലത്തേക്ക് എനിക്കിത് ഉപയോഗിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാനത് വാങ്ങിച്ചേക്കുന്നത്. ഇത് വാങ്ങിച്ചത് തന്നെ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനൊരു കോംബോ പാക്കായിട്ടാണ് വന്നത് എനിക്ക്. കണ്ടോ, അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. തൽക്കാലത്തേക്ക് എനിക്ക് ഈ ഒരു കോംബോ പാക്ക് മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം ഈ രണ്ട് പ്രോഡക്റ്റാണ് ഞാൻ എന്തായാലും വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങിക്കുക. 84 രൂപയുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസിന്. ഇതിന് ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് 84 രൂപ തന്നെ വന്നിട്ടുള്ളൂ. മറ്റേതാണ് എനിക്ക് കുറച്ചും കൂടി ഷിപ്പിംഗ് ചാർജ് വന്നേക്കുന്നത്. സോറി കേട്ടോ, അങ്ങനെയല്ല വന്നേക്കണത്. ഇതിനാണ് എനിക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വന്ന് 103 രൂപ വന്നത്. മറ്റേ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കപ്സ്, മെഷറിങ് കപ്സ്, അതിനാണ് 84 രൂപ വന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഈ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ലിങ്ക് കൂപ്പൺ കോഡോ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്താം. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.